ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മാമ്പഴവും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് തയ്യാറാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പുഡിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു വലിയ മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പ്യൂറേ ചെയ്തെടുക്കാം. കഴിവതും നല്ല പഴുത്തിട്ടുള്ള മാമ്പഴം തന്നെ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യണം. മാമ്പഴം ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പുഡിങ്ങിൽ ഡെക്കറേഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴം നമുക്കൊരു മിക്സർ ജാറിലേക്ക് പകർത്താം. കുറച്ച് മാമ്പഴം നമുക്ക് പുഡിങ്ങിൻ്റെ ലെയറിലും അതുപോലെ ഡെക്കറേഷനായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ മാമ്പഴം എല്ലാം കട്ട് ചെയ്ത് ജാറിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കോ പഞ്ചസാരയോ ചേർക്കാം. ഏകദേശം 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി ചേർക്കാം. ഇതിനോടൊപ്പം 1 കപ്പോളം ഇളം ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് മാമ്പഴം മിൽക്ക് ഷേക്ക് ആയിട്ട് കിട്ടും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ ക്രീമി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാമ്പഴത്തിന് നാരില്ല. നാരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വയ്ക്കാം. പുഡിങ്ങിലേക്ക് വേണ്ട 5 സ്ലൈസ് ബ്രെഡിൻ്റെയും 4 കോർണേഴ്സും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. 4 കോർണേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളും വേണം. ഇനി നമുക്ക് പ്യൂരേ ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഒരു വലിയ ബൗളിലേക്ക് പകർത്താം. അതിനുശേഷം ഓരോ സ്ലൈസ് ബ്രെഡും ഈ ഒരു മിൽക്ക് ഷേക്കിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഒന്ന് സോക്കാക്കി എടുക്കണം. ഇനി നമുക്കിത് ബൗളിലേക്ക് പകർത്താം. നമ്മൾ ആ എടുത്തിരിക്കുന്ന ബൗളിൻ്റെ ഷേപ്പിലായിരിക്കണം ഓരോ സ്ലൈസ് ബ്രെഡും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ ഒരു 2 വലിയ സ്ലൈസ് ബ്രെഡും അതുപോലെ അതിൻ്റെ സൈഡിലേക്ക് വേണ്ടിയിട്ട് പകുതി ബ്രെഡിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തെടുത്തതാണ് വെച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ മിൽക്ക് ഷേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോ പീസസ് ചേർക്കാം. ഇനി വീണ്ടും സോക്ക് ചെയ്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസ്, മാംഗോ പീസസ്, അങ്ങനെ നമുക്ക് വേണ്ടത്ര ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറിൽ ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മുടെ മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് കുറച്ചുകൂടി ടേസ്റ്റി ആക്കാനും അതുപോലെ കാണാനൊരു ഭംഗിക്കായിട്ട് ഒരു 1/2 കപ്പ് ഹെവി ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. 1/2 കപ്പ് ഹെവി ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു സ്റ്റിഫ് പീക്കാവുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. പുഡിങ്ങിലേക്ക് വേണ്ട വിപ്ഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോയുടെ എസൻസും അതുപോലെ കളറും ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഈ ഒരു ക്രീം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് കുറച്ച് മാംഗോ പൈപ്പിംഗ് ജെല്ല ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ജസ്റ്റ് ഒന്ന് മാംഗോ പ്യൂരയും അതുപോലെ കുറച്ച് കളറും ഷുഗറും ഒക്കെ ചേർത്ത് കുറുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസ് ആയിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് മുകളിലേക്കും താഴേക്കും ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള മാംഗോസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഈ ഒരു പുഡിംഗ് തണുപ്പോട് കൂടി സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാംഗോ ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് കുറച്ച് മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ഇനി പുഡിംഗ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗാണ്. മാംഗോയുടെ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലേവർ ഈ ഒരു പുഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.